കൊല്ലം കടയ്ക്കലിൽ നിന്ന് തെളിവെടുപ്പിനിടെ കൈവിലങ്ങുമായി മുങ്ങിയ പ്രതികൾ പിടിയിൽ. വയനാട് മേപ്പാടിയിൽ നിന്നാണ് കുപ്രസിദ്ധ മോഷ്ടാക്കളായ അയൂബ് ഖാനും മകൻ സെയ്ദ് അലവിയും പിടിയിലായത്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി. സുജിത്ത്, ഇവർ കഴിഞ്ഞ ദിവസം ആണ് ചാടിപ്പോയത്, കൈവിലങ്ങുമായി ചാടിപ്പോയി എന്നുള്ള വാർത്ത നമ്മൾ നൽകിയതാണ്. എപ്പോഴാണ് പിടിയിലായത്? എങ്ങനെയാണ് ഇവരെ പിടികൂടിയത്? അതേ അനുജ, വയനാട് മേപ്പാടിയിൽ നിന്നുമാണ് ഈ പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. വയനാട് മേപ്പാടിയിലുള്ള ഒരു വീട്ടിൽ ഇരുവരും ഒളിവിൽ കഴിയുന്നതായി മേപ്പാടി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മേപ്പാടി പോലീസ് തന്നെയാണ് സ്ഥലത്തെത്തി ഇരുവരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. കൊട്ടാരക്കര ഷാഡോ പോലീസുമായി ബന്ധപ്പെട്ടുള്ള ഈ രഹസ്യ വിവരം അവർക്കാണ് ലഭിച്ചത്. MC റോഡ് വഴിയാണ് പ്രതികൾ രക്ഷപ്പെട്ടതെന്ന വിവരവും പോലീസിന് ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾ ഒളിവിൽ പോയതിന് തൊട്ടു പിന്നാലെ തന്നെ വനത്തിനുള്ളിലും അതുപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ഒക്കെ ശക്തമാക്കിയിരുന്നു. എന്നാൽ പ്രതികൾ രക്ഷപ്പെട്ടതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും മനസ്സിലാക്കാനോ ലഭ്യമാവുകയോ ചെയ്തിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര ഷാഡോ പോലീസിനാണ് ഏറ്റവും ഒടുവിൽ ഇവർ അതിർത്തി കടന്നു, ജില്ല കടന്നു എന്നുള്ള വിവരം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമായ അന്വേഷണം നടത്തിയിരുന്നു. നേരത്തെ ഇവരെ പിടികൂടിയതും സുൽത്താൻ ബത്തേരിയിൽ നിന്നുമായിരുന്നു. സുൽത്താൻ ബത്തേരിയിൽ നിന്നും പിടികൂടി ഇരുവരെയും നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇവർ കോട്ടുകലിന് സമീപം ചെറുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കണമെന്ന് പറയുകയും വിലങ്ങഴിച്ചപ്പോൾ ഇവർ പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെടുകയും ചെയ്ത് ഇതിന് തൊട്ടു പിന്നാലെയാണ് വ്യാപകമായി പോലീസ് അന്വേഷണം നടത്തിയത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇരുവരെയും വയനാട് മേപ്പാടിയിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. ഇവർ കൈവിലങ്ങുമൊക്കെ ആയിട്ടാണല്ലോ മുങ്ങിയത്. അത് എങ്ങനെയാണ് അഴിച്ചു മാറ്റിയത്? വയനാട് വരെ എങ്ങനെ എത്തി? ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ടല്ലോ സുജിത്ത്. തീർച്ചയായും അനുജ, ഈ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഇവരെങ്ങനെയാണ് ഈ വിലങ്ങ് മാറ്റിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. പോലീസ് എത്തുമ്പോൾ ഇവരുടെ കയ്യിൽ വിലങ്ങുകൾ ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെ ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്നും അതുപോലെ തന്നെ ഷാഡോ പോലീസ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പാലോട് പോലീസ് ഇപ്പോൾ അവിടേക്ക് അല്പസമയത്തിനകം മേപ്പാടിയിലേക്ക് തിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാകും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക. കുപ്രസിദ്ധ മോഷ്ടാക്കളാണ്. അതായത് പ്രധാനമായും ഇവർ അമ്പലങ്ങളും അതുപോലെ തന്നെ പള്ളികളും ഒക്കെ കേന്ദ്രീകരിച്ച്, അതായത് പ്രധാനമായും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ മോഷണം. കൂടാതെ നിരവധി കടകൾ കേന്ദ്രീകരിച്ച് ഇവർ മോഷണം നടത്തിയിരുന്നു. പ്രതികൾ മോഷണത്തിനായി ഉപയോഗിച്ച കാർ ഉൾപ്പെടെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇവർ വളരെ വിദഗ്ധമായി പോലീസിന്റെ കണ്ണ് വെട്ടിച്ചാണ് രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ ഇത്രയും ദിവസങ്ങൾ അവർ ഒളിവിൽ കഴിയുകയും ചെയ്തു. ഏതായാലും ഏറ്റവും ഒടുവിൽ പോലീസിനെ കബളിപ്പിക്കാൻ കഴിഞ്ഞില്ല. പോലീസ് വളരെ വിദഗ്ധമായി ഇവരെ പിടികൂടിയിരിക്കുകയാണ്. വയനാട്ടിൽ നിന്നാണ് പിടികൂടിയത്. മോഷ്ടാക്കൾ അച്ഛനും മകനുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.